ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ ജയിൽ വകുപ്പിൽ വലിയ അഴിച്ചുപണി നടക്കുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ടിനടക്കം സ്ഥലമാറ്റമുണ്ടായിരിക്കുന്നു. വിവിധ ജയിലുകളിലെ 8 ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായിട്ടുണ്ട്. അനന്തൻ, രാജ്യം തന്നെ കണ്ട ഏറ്റവും കൊടും കുറ്റവാളികളിൽ ഒരാൾ എന്ന് പറയാനാവുന്ന അത്രയും വലിയൊരു ക്രൂരപീഡനം കുറ്റകൃത്യം നടത്തിയിട്ടുള്ള ഒരാളുടെ കാര്യത്തിലാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായത്. അതിൽ എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളത് മാത്രമായിരുന്നു ഉറ്റുനോക്കിയത്. ഇപ്പോൾ എങ്ങനെയാണ് ഈ ജയിൽ വകുപ്പിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ്? അക്ഷയ, കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമയുടെ ജയിൽ ചാട്ടം വലിയ ആശങ്ക ഉണ്ടാക്കിയെങ്കിലും ആ ജയിൽ ചാട്ടം ഇപ്പോൾ ജയിൽ വകുപ്പിൽ ഒരു ശുദ്ധീകരണത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ്. ജയിൽ വകുപ്പിൽ സ്ഥലം മാറ്റം, അതിനൊപ്പം തന്നെ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിൽ നിയമനം നടത്തലടക്കമുള്ള കാര്യങ്ങൾ നടപടികൾ വരുത്തിക്കൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ പുറത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഇതിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലും കണ്ണൂർ ജില്ലാ ജയിലിലുമായി 2 മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജോയിന്റ് സൂപ്രണ്ടിനെ കാസർഗോഡ് ജില്ലാ ജയിലിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ ജയിൽ സൂപ്രണ്ടിനെ സെൻട്രൽ ജയിലിലേക്കും സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഇതുകൂടാതെ തിരുവനന്തപുരം അടക്കം സംസ്ഥാനത്തെ മിക്ക ജയിലുകളിലെയും ഏതാണ്ട് 8ഓളം ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റി ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ തിരുവനന്തപുരം, കോഴിക്കോട് 2 ജില്ലാ ജയിലുകളിൽ സൂപ്രണ്ടുമാരെ നിയമിച്ചിട്ടുണ്ട്. ഈ 2 സൂപ്രണ്ടുമാരുടെ ഒഴിവ് ആഴ്ചകളായി ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അവിടെ നിയമനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഫയലിന് അനക്കമില്ലാതെ കിടക്കുകയായിരുന്നു. ഈ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തെ തുടർന്നാണ് ആ ഫയലിനും അനക്കം വെച്ചത്. ഏതായാലും ജയിൽ വകുപ്പിൽ വലിയ അഴിച്ചുപണിയാണ് ഇപ്പോൾ സർക്കാർ വരുത്തിയിരിക്കുന്നത്. അക്ഷയ, ശരി, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ജയിൽ വകുപ്പിൽ ഒരു അഴിച്ചുപണി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിലുണ്ടായിട്ടുള്ള സുരക്ഷാ വീഴ്ചയ്ക്ക് പിന്നാലെയാണ് ഈ നടപടി.